സംവിധായകൻ പ്രിയദർശൻ്റെ 90% സിനിമകളിലും നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് മോഹൻലാൽ തന്നെയാണ്. മമ്മൂട്ടിയെ വെച്ച് അദ്ദേഹം വളരെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ. എന്നാൽ അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹിറ്റായ ഒരു സിനിമയിൽ മമ്മൂട്ടിയെ മനസ്സിൽ കണ്ട് കഥ എഴുതിയ ശേഷം മമ്മൂട്ടി ചെയ്യാത്തത് കൊണ്ട് മറ്റൊരു നടനിലേക്ക് പോയതും ആ ഒരു സിനിമ സൂപ്പർ ഹിറ്റായ ഒരു കഥയൊക്കെ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രിയദർശൻ, മോഹൻലാൽ, മണിയമ്പിള്ള രാജു, സുരേഷ് കുമാർ, സനൽകുമാർ, അങ്ങനെ ഒരു വലിയൊരു സൗഹൃദ സംഘമാണ് സിനിമയിലോട്ട് ഒരു 70കളുടെ അവസാനം വന്നത്. നമുക്കറിയാം അവർ ഒരുമിച്ചുള്ള അവരുടെ ഒരു സ്ട്രഗിളും അവർ ഒരുമിച്ച് ചെയ്ത സിനിമകളെ കുറിച്ചൊക്കെ. ഇപ്പോൾ തിരുനോട്ടം എന്ന് പറയുന്നൊരു സിനിമയ്ക്കായിരുന്നു ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മയിൽ നിന്ന് ആദ്യം വന്ന ഒരു പ്രൊഡക്റ്റ്. പിന്നെ ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയില്ല. അത് കഴിഞ്ഞ് പിന്നീട് മോഹൻലാൽ നടനായി, ഈ പറയുന്ന സുരേഷ് കുമാർ നിർമ്മാതാവായി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രിയദർശൻ പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നു. അദ്ദേഹം സിനിമകൾക്ക് സ്ക്രിപ്റ്റൊക്കെ എഴുതി. അങ്ങനെ ഒരു 83 കാലത്ത് ഇവരൊരു പ്രിയദർശൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ അവർ പ്ലാൻ ചെയ്യുന്നു. അത് ശരിക്കും അതൊരു ചാൾസ് ഡിക്കൻസിൻ്റെ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടും ആ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ട് വേറെയും സിനിമകൾ തെലുങ്കിലും തമിഴിലൊക്കെ, കോടീശ്വരൻ മകൾ എന്ന് പറഞ്ഞ തമിഴിൽ ശിവകുമാറൊക്കെ ഹീറോ ആയിട്ട് അഭിനയിച്ച ഒരു സിനിമയൊക്കെ ഉണ്ട്. ഇത് കോടീശ്വരൻ്റെ മകളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഒരു പെൺകുട്ടിയെ പ്രണയിക്കലും അതൊക്കെയാണ് അതിൻ്റെ കുറേ ഒരു എന്താ പറയുക, ഒരു ആൾമാറാട്ടവും പറ്റിക്കലും ഒരു സ്ലാപ്സ്റ്റിക് സാധനമൊക്കെയാണ്. അപ്പോൾ ഇത് തന്നെയായിരുന്നു പ്രിയദർശൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഒരു പ്രിയദർശൻ്റെ അതിൻ്റെ ഒരു രൂപവും കാര്യങ്ങളൊക്കെ ആക്കി ആ ഒരു സിനിമയാണ് പൂച്ചയ്ക്കൊരു മൂക്കുത്തി, പ്രിയദർശൻ്റെ ആദ്യത്തെ സിനിമ, സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ. ആ ഒരു സിനിമയിൽ അന്ന് പ്രിയദർശൻ്റെ മനസ്സിൽ 3 പേരുകൾ, അതായത് മോഹൻലാൽ, മമ്മൂട്ടി, ശങ്കർ. അത് അന്ന് ശങ്കറാണ് ശരിക്കും അന്നൊരു ടോപ്പ് റൊമാൻറ്റിക് ഹീറോ. മമ്മൂക്കയും അന്നൊരു ഹീറോ തന്നെയാണത്. ലാലേട്ടൻ അന്ന് ഹീറോ എന്ന രീതിയിൽ ഇവരെക്കാട്ടും തൊട്ട് താഴെയാണ് ശരിക്കും താരമൂല്യം വയസ്സ് നിൽക്കുന്നത്. നമുക്കറിയാം ലാലേട്ടൻ അന്ന് വില്ലനായിട്ടും സഹനടനായിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്, കൂട്ടത്തിൽ നായകനായിട്ടൊക്കെ ചെയ്തു തുടങ്ങിയ ഒരു സമയമാണ്. അന്ന് ഇവർ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് പ്രിയദർശനും സുരേഷ് കുമാറും സനൽകുമാർ, ഇവരുടെ സുഹൃത്ത് സനൽകുമാറും തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും. ഇവരന്ന് മമ്മൂക്കയെ കാണാൻ പോകുമ്പോഴാണ്, മമ്മൂക്കയ്ക്ക് അന്ന് പല കഥകൾ കേട്ടിട്ടുണ്ട്. അന്നും മമ്മൂക്ക ഒന്ന് പറഞ്ഞത് പ്രിയദർശൻ്റെ ആദ്യത്തെ സിനിമയാണ്, അതുകൊണ്ട് അത് എന്താവുമെന്ന് അറിയില്ല, നീ ആദ്യം സംവിധാനമൊക്കെ പഠിച്ചിട്ട് വാ, എന്നിട്ട് ഞാൻ ചെയ്യാം എന്ന രീതിയിൽ മമ്മൂട്ടി പറഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ഒന്നും നമുക്ക് ഇതിലൊരു മൾട്ടി സ്റ്റാർ പടമായതുകൊണ്ട് ഇവർ എല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്കതിൽ ചെയ്യാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാവുമോ, അത് മമ്മൂക്കയ്ക്ക് ഒരു ധൈര്യക്കുറവ് അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവ്, ഒരു മൾട്ടി സ്റ്റാർ പടം എന്ന രീതിയിലാണ്. എന്തായാലും മമ്മൂക്ക അന്ന് റിജക്റ്റ് ചെയ്തു. അങ്ങനെ പെട്ടെന്ന് കാസ്റ്റ് ചെയ്ത് സോമനാണ് ആ വേഷം ചെയ്തത്. നമ്മളിപ്പോൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, പൂച്ചയ്ക്കൊരു മൂക്കുത്തിയിൽ എല്ലാവരും ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അത് ലാലേട്ടനായിക്കോട്ടെ, ശങ്കർ ആയിക്കോട്ടെ, സോമനായാലും നല്ല ഹ്യൂമറൊക്കെയാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. പക്ഷേ സോമനൊക്കെ അപ്പോഴേക്കും അത്യാവശ്യം കുറച്ച് ക്യാരക്ടർ റോളുകളോ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി മുതിർന്ന റോളുകളൊക്കെ ചെയ്യുന്ന ഒരു പ്രായമായി തുടങ്ങി. മമ്മൂക്കയായിരുന്നെങ്കിൽ കുറച്ചും കൂടിയും അതൊരു ചെറുപ്പക്കാരൻ ചെയ്യേണ്ട ഒരു റോളായിരുന്നു എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പിന്നീട് ഞാൻ പല സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോഴും വായിക്കാറുണ്ട്, ആ ഒരു സോമന് പകരം വേറൊരു ചെറുപ്പം നടനായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. പക്ഷേ അന്ന് താരമൂല്യം സോമനുണ്ട്, ശരിക്കും നല്ല താരമൂല്യമുള്ളൊരു നടൻ തന്നെയാണ് അന്ന് സോമൻ. അതുകൊണ്ട് തന്നെ ഒരു സിനിമയ്ക്ക് ബിസിനസ് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ ഒരു സിനിമയുടെ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ നമുക്കറിയാം, ഒരു മൾട്ടി നരേറ്റീവ് പാറ്റേൺ എന്ന് പറയുമ്പോൾ അത് അധികം പരീക്ഷിച്ചിട്ടുള്ള ഒരു പാറ്റേൺ അല്ല അന്ന് സിനിമയിൽ. അതുകൊണ്ട് തന്നെ അതൊരു പുതുമ ഇന്ന് നമുക്കത് കാണാൻ രസമാണ്. അതിനുശേഷം പിന്നീട് പ്രിയദർശൻ തന്നെ ചെയ്തിട്ടുണ്ട് സിനിമകൾ. അതല്ലാതെ നമുക്കറിയാം ഒരുപാട് സിനിമകൾ ഇതുപോലെ ഒരു ആൾമാറാട്ടവും പല ആളുകളുടെ ലൈഫും കാര്യങ്ങളൊക്കെ രീതിയിൽ. ശരിക്കും ആ സിനിമ നമുക്ക് എടുത്തു നോക്കി അറിയാം, നെടുമുടി വേണുവിൻ്റെ സുകുമാരിയുടെ ഒരു ലൈഫ്, ഇപ്പുറത്ത് മോഹൻലാലിൻ്റെ ഒരു ലൈഫ്, ഇതെല്ലാം കൂടി ഇവരെങ്ങനെ ക്ലബ് ചെയ്ത് ഇവരെ എല്ലാവരെയും കണക്ട് ചെയ്ത് വരുന്നു എന്ന് പറയുന്നത് വളരെ രസമായിട്ട് തന്നെയാണ്. അത് പ്രിയദർശൻ്റെ ഒരു എഴുത്തും പാറ്റേണും അതിൻ്റെ ഒരു സംവിധാനമൊക്കെ രസമായിട്ടുണ്ട് അന്നത്തെ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ. അപ്പോൾ ഈ ഒരു സിനിമ സംഭവിച്ചതിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, സുരേഷ് കുമാറും സനൽകുമാറാണ് പ്രൊഡ്യൂസേഴ്സ്. പക്ഷെ അന്നൊരു സിനിമയുടെ രീതി നമുക്കറിയാം, സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അവരുടെ കയ്യിലൊന്ന് പൈസ വേണമെന്നില്ല. കാരണം അന്നൊരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ സിനിമകൾക്ക് ഫണ്ട് ചെയ്യുന്ന വലിയ മുതലാളിമാർ, ഇവരൊക്കെയാണ് സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്നത്. പ്രൊഡ്യൂസർ അതൊക്കെ ഓർഗനൈസ് ചെയ്ത് ഒരു പ്രൊഡക്ഷൻ കൺട്രോളറോ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവും എന്നൊക്കെ പറയുന്നൊരു ജോലി തന്നെയാണ് ചെയ്യുന്നത്. ഇവരത് ചെയ്യുന്നു, തിയേറ്റർ ഇറക്കുന്നു, പിന്നെ അതിൻ്റെ മറ്റ് ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടേഴ്സും അല്ലെങ്കിൽ ഫണ്ടേഴ്സും ആണ് അതിൻ്റെ ഒരു എന്താ പറയുക, സിനിമ സംഭവിക്കണമെങ്കിൽ അവർ വേണം. അപ്പോൾ അന്ന് ഒരുവിധം മലയാള സിനിമയിലൊക്കെ അന്ന് ഫണ്ട് ചെയ്തിരുന്നത് റെഡ്ഡിയാർ മുതലാളി എന്ന ഞാനയുടെ അന്നത്തെ ഓണർ, അദ്ദേഹമാണ് അന്നത്തെ ഒരു പ്രഗത്ഭൻ, എല്ലാ സിനിമകൾക്കും ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു സിനിമകൾക്ക് ഫണ്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇവർ വളരെ ബഡ്ജറ്റ് കുറച്ച് തന്നെയാണ് ആ സിനിമ ചെയ്യുന്നത്. അന്ന് മോഹൻലാലിൻ്റെ ചേട്ടൻ പ്യാരിലാലിന് അന്നൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ, അദ്ദേഹത്തിന് ഒരു ജീപ്പൊക്കെ ഉണ്ട്. ആ ഒരു ജീപ്പിലാണ് ലാലേട്ടൻ അന്ന് ലൊക്കേഷനിലേക്ക് വരിക. പിന്നെ ഇവരുടെ ഒരു പ്രൊഡക്ഷൻ വണ്ടി എന്ന് പറയുന്നത് ആ ഒരു ജീപ്പാണ്.
പിന്നെ സുരേഷ് കുമാറിന്റെ വീട്ടിൽ നിന്ന് സുരേഷ് കുമാറിന്റെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ചോറ്, അതൊക്കെയാണ് ഇവർ കഴിക്കുക. അപ്പോൾ എല്ലാവരുടെ ഒരു സൗഹൃദ കൂട്ടായ്മയിൽ ഇവർ പൈസ ഒന്നും വാങ്ങാതെ, ഇതിൽ ലാലേട്ടനൊന്നും പൈസ മേടിച്ചിട്ടില്ല എന്നാണ് കേട്ടതില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ചെറിയ പൈസയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഇവരെ പടം ചെയ്തത്. ഈ സിനിമ തീർത്ത് അതിൻ്റെ ഒരു റഫ് കട്ടൊക്കെ ശേഷം ഒരു പ്രിവ്യൂ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഇതിൻ്റെ ഫണ്ടേഴ്സ് അവർ പറഞ്ഞത് ഈ സിനിമ പോരാ, കാരണം ഇതിൽ ഫൈറ്റ് ഇല്ല. കാരണം അന്ന് സിനിമയിൽ ഫൈറ്റും പാട്ടും നിർബന്ധമാണ്. 4 ഫൈറ്റ് 5 ഫൈറ്റൊക്കെ എന്തായാലും വേണം. പ്രത്യേകിച്ച് പ്രേം നസീർ, ശശികുമാർ സിനിമകൾ എന്ന് പറയുമ്പോൾ അതിനൊരു ഫോർമുലയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളാണെങ്കിൽ മിനിമം ഗ്യാരണ്ടിയാണ് B-C തിയേറ്റേഴ്സിലൊക്കെ എന്തായാലും അത് ഓടും, അത് മുടക്കുമുതൽ കിട്ടുമെന്നൊരു വിശ്വാസമായിരുന്നു. അങ്ങനെ അന്ന് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇതിൻ്റെ ഫണ്ടേഴ്സും ഇവരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഒരു ഫൈറ്റ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്കറിയാം, അതിൽ ലാലേട്ടനും ശങ്കറൊക്കെ സിനിമ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇവർ തമ്മിൽ തർക്കവും ഇവർ തമ്മിലൊരു അടി ഉണ്ടാവുന്നത് മേനകയ്ക്ക് തോന്നുന്നതൊക്കെ ആയിട്ടാണ്. ആ ഒരു ഫൈറ്റ് ശരിക്ക് ഇവർ ആഡ് ചെയ്തതാണ്, ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് ആഡ് ചെയ്തതാണ്. അങ്ങനെയാണ് എന്തായാലും ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങി 84 ആ സിനിമ, ഒരു ഏപ്രിൽ മാസമാണ് ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നത്. ആ സിനിമ വളരെ സൂപ്പർ ഹിറ്റായി. ഈ ഒരു സിനിമയുടെ ഷൂട്ട് ഒക്കെ നടക്കുന്ന, ഞാൻ പറഞ്ഞ കുറേ നീണ്ടു ഇതിൻ്റെ ഷൂട്ടൊക്കെ. അപ്പോൾ ഈ ഷൂട്ട് നടക്കുന്നൊരു സമയത്താണ് അപ്പുറത്ത് അപ്പുണ്ണി എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ സത്യൻ അന്തിക്കാട് പ്ലാൻ ചെയ്യണതും. അങ്ങനെ അപ്പുണ്ണിയിലേക്ക് സുകുമാരിയാണ് ലാലേട്ടനെ സത്യൻ അന്തിക്കാട്, അതിന് മുമ്പ് കുറുക്കൻ്റെ കല്യാണം എന്ന് പറയുന്ന സത്യൻ അന്തിക്കാടിൻ്റെ സിനിമയിൽ ലാലേട്ടൻ ഒരു വേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും സുകുമാരിയാണ് പറഞ്ഞത് ഇങ്ങനെ മോഹൻലാലിനെ നല്ല ഇപ്പോൾ കോമഡിക്ക് ചെയ്യും, വില്ലൻ വേഷം മാത്രമല്ല എന്ന് പറഞ്ഞ് മോഹൻലാലിനെ സജസ്റ്റ് ചെയ്തത് എന്നുകൂടിയും ഞാൻ വായിച്ചിട്ടുണ്ട്. അത് എന്തായാലും ലാലേട്ടനും അത് വളരെ ഗുണം ചെയ്തു, ശങ്കറിനും അത് വളരെ ഗുണം ചെയ്തു, എല്ലാവർക്കും. MG ശ്രീകുമാർ അതിന് മുമ്പ് 1-2 സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയിലാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളതും. MG ശ്രീകുമാറിൻ്റെ ഒരു തുടക്കം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കരിയറിൻ്റെ ഒരു ഗ്രാഫ് ഉയർന്നു വന്നതും ഈ ഒരു സിനിമയോട് കൂടിയാണ്. MG രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മെലഡിക്കാണ്, പക്ഷെ അദ്ദേഹം ഇതിൽ കുറേ ഏറ്റവും കൂടുതൽ അടിപൊളി പാട്ടുകൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. ഇന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചില റീലൊക്കെ ആയിട്ട് വരും, നിങ്ങളെല്ലാവരും കാണാം. അതിലെ കുറേ ശങ്കർ പാടുന്ന ഒരു സോങ്ങും നെടുമുടിയുടെയും സുമാരുടെ വീട്ടിലെത്തിയിട്ട് ശങ്കർ പാടുന്നൊരു പാട്ടൊക്കെ ഉണ്ട്. ഒരാൾക്ക് വെസ്റ്റേൺ വേണം, ഒരാൾക്ക് ക്ലാസിക്കൽ വേണം, അപ്പോൾ മാറ്റി മാറ്റി ഒരേ സാധനം തന്നെ പാടുന്നതും. പിന്നെ ഇതിൽ ഒരു ബർത്ത്ഡേ സീനിലെ ഒരു പാട്ട്, അതിൽ മോഹൻലാലും സുകുമാരിയും തമ്മിലുള്ള അവർ തമ്മിലൊരു ബന്ധമുണ്ടെന്ന് വെച്ചാൽ നെടുമുടി വേണു ചിന്തിക്കുന്നതും, ഇപ്പുറത്ത് തിരിച്ച് സുകുമാരി നെടുമുടിനെ മേനകേനെയും വെച്ച് ആലോചിക്കുന്ന ഒരു സോങ് ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ പാട്ടുകളൊക്കെ സിനിമയിലുണ്ട്. എന്തായാലും ഇതിലെ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഇതിൽ കുതിരവട്ടം പപ്പുവിൻ്റെ ചെറിയാൻ നായർ എന്ന് പറഞ്ഞൊരു പേര് മാറ്റി കുതിരട്ടോപ്പ് വരണ ലോഡ്ജിൽ താമസിക്കുന്നതും, കുതിരട്ടോപ്പിന് തലയ്ക്കടി കിട്ടി ഭ്രാന്തനായിട്ട് ഓടി പോകുന്നതൊക്കെ എൻ്റെ ശരിക്കും എൻ്റെ ഒരു നമ്മൾ പിന്നീട് വെട്ടം സിനിമയിലും പല സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ക്ലൈമാക്സിലെ ഒരു സ്ലാപ്സ്റ്റിക് കോമഡിയും എല്ലാവരും കൂടി അതിലെല്ലാ കഥാപാത്രങ്ങളും കൂടി ഒരുമിച്ച് അവസാനം ക്ലൈമാക്സിൽ വരുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ തന്നെയായിരിക്കും അതിനൊക്കെ തുടക്കം കുറിച്ചത്. ഇത് ഹിന്ദിയിലേക്ക് പിന്നീട് കുറേ വർഷം കണ്ട് ഹംഗമ എന്ന് പറഞ്ഞ പേരിൽ പ്രിയദർശൻ റീമേക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഹിറ്റ് തന്നെയായിരുന്നു. അവിടെ അക്ഷയ് ഖന്നയും ഒക്കെയാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. നല്ല രസമുള്ള സിനിമയായിരുന്നു അത്. തെലുങ്കിൽ ഈ സിനിമ സംഭവിച്ചിട്ടുണ്ട്. അതിൽ പ്രഭുദേവയും ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരു നടനായിരുന്നു. എനിക്കൊണ്ട് പ്രഭുദേവയാണ് അതിൽ ലാലേട്ടൻ്റെ ക്യാരക്ടർ ചെയ്തത്. അത് കുഴപ്പമില്ലാതെ വിജയിച്ചിരുന്നു തോന്നുന്നു. എന്തായാലും പൂച്ചക്കുനി മൂക്കുത്തി സിനിമ നിങ്ങൾ എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഇഷ്ടംപോലെ നമ്മൾ എത്ര പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ചോദിക്കുന്നതായിരിക്കും ശരി. അപ്പോൾ ആ ഒരു സിനിമയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ സീൻസ് ഉണ്ട്, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറും ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാണെന്നുള്ളത് നമുക്ക് കമൻറ്റ് ചെയ്യാം.